എന്റെ വിവാഹ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാ. എല്ലാം അവസാനിക്കുമോ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായോ? അതെ, അതെങ്ങനെ മനസ്സിലായി? എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ ബന്ധം തകരില്ല. എനിക്ക് നിന്നെ വെറും ഒരു ഫ്രണ്ടായിട്ട് മാത്രം കാണാൻ പറ്റത്തില്ല. കളറിന്റെ കാര്യത്തിലാണെങ്കിലും ബോഡി ലാംഗ്വേജിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളൊന്നും ഒരു മാച്ച് ഇല്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പ്രോബ്ലംസിനുള്ള എല്ലാ സൊല്യൂഷനും ഞാൻ തരുന്നതാണ്. എന്റെ കൂടെ നിങ്ങളുടെ ഫസ്റ്റ് ആക്ട് കംപ്ലീറ്റ്ലി ഫ്രീ. സുകുമാരക്കുറുപ്പ് സൗദി അറേബ്യയിലുണ്ട് ഇപ്പോൾ. വാവ്, ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. സുകുമാരക്കുറുപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറയൂ. അപ്പൊ അവർക്ക് സംഗതി ഗത്തിയായി. ശിവ, ഞാൻ ലീഗൽ മാറ്റേഴ്സിൽ ഇൻവോൾവ് ആവില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഗജപോക്കരി സിനിമയിൽ അല്ലു അർജുൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എല്ലാവരും മാജിക്കിന്റെ പുറകെയാണ്, ആർക്കും ലോജിക്ക് വേണ്ട. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സയന്റിസ്റ്റിനേക്കാൾ കൂടുതൽ സന്യാസിമാർ ഫേമസ് ആവുന്നത്. സോ അത്തരത്തിലൊരു വിഷയത്തെക്കുറിച്ചാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ സംസാരിക്കുന്നത്. അസ്ട്രോടാഗിനെ നമ്മളിവിടെ എക്സ്പോസ് ചെയ്യുകയാണ്. ഇനി ഇന്ത്യയിലെ ഈ കണക്കുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് ആൻ EMR സ്റ്റഡി പെക്സ് ദ ഇന്ത്യൻ റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ മാർക്കറ്റ് അറ്റ് എ വാല്യൂ ഓഫ് $58.56 ബില്യൺ ഇൻ 2023. ദിസ് ഈസ് ഫർദർ എക്സ്പെക്ടഡ് ടു ഗ്രോ അറ്റ് എ CAGR of 10% between 2024 to 2032 to reach around $150 billion in less than a decade. അതായത് ഇത് നമ്മുടെ മാർക്കറ്റിൽ നല്ല രീതിയിൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ പറഞ്ഞ വിശ്വാസം, മതം, അങ്ങനെ കുറച്ച് പരിപാടികൾ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് വളരെ കൃത്യമായിട്ട് തന്നെ നോർത്തിലെ കുറച്ച് ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ആസ്ട്രോടോക്ക് ആപ്പ് നോർത്തിലെ നല്ല രീതിയിൽ സെല്ല് ചെയ്ത് പോയിട്ടുണ്ട്. വൻ വിജയം തന്നെയാണ് നോർത്തിലോട്ട്. എന്നാൽ നോർത്തിലുള്ള പല ആളുകളും ഇത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാനല്ല ആദ്യമായിട്ട് എക്സ്പോസ് ചെയ്യുന്നത്. ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് 100% ലിറ്ററസി ഉണ്ടെന്ന് പറയുന്ന നമ്മുടെ ഇതേ കേരളത്തിലോട്ട് ഇതിന്റെ പല അഡ്വർടൈസ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഈ അഡ്വർടൈസ്മെന്റ് ചെയ്തേക്കുന്നതിൽ വലിയ കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അർജു, സഞ്ജു ടെക്കി തുടങ്ങിയ പല ക്രിയേറ്റേഴ്സും ഈ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ആം സൂപ്പർ ഹീറോ, GP റൈഡർ ബോയ്, ഇവരുടെയൊക്കെ ഇത് അഡ്വർടൈസ്മെന്റ് ആയിട്ട് ചെയ്തേക്കുന്ന കോണ്ടന്റ്സ് ഒക്കെ സ്പോൺസേർഡ് ആയിട്ട് നമ്മുടെ ഫീൽഡിലോട്ട് വന്നു തുടങ്ങി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം എന്ന് നമ്മൾ വിചാരിച്ചു. ഇനി ആസ്ട്രോടോക്കിന്റെ ഫൗണ്ടറിനെ ആരാ നോക്കുമ്പോഴത്തേക്കിന് പുനീത് ഗുപ്ത എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു സാധനം കൂടെ പറയാം. പണ്ടത്തെ ഒരു ഫേമസ് ഹിസ്റ്റോറിയൻ ഉണ്ട്, ഫ്രാൻസിസ്കോ ഗുച്ചിയർഡിനി, അങ്ങനെ എന്തുവാണ് ഇങ്ങേരുടെ പേര്. പുള്ളി പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, ഹൗ ഹാപ്പിയർ ആർ ദ അസ്ട്രോളജേഴ്സ് വെൻ കമ്പയർഡ് ടു അതർ മെൻ ടെല്ലിംഗ് വൺ ട്രൂത്ത് ഇൻ 100 ലൈസ്. They acquire a reputation that makes their falsehood believable. Other men by telling one lie amidst many truths എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുള്ളി പണ്ട് പറഞ്ഞേക്കുന്ന ഒരു സാധനമുണ്ട്. എക്സാക്ട്ലി അതല്ലേ ഇതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഈ നമ്മുടെ ഈ അസ്ട്രോടോക്ക് ആപ്പിന്റെ ഈ ഇന്റർഫേസ് ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഡെയിലി ഹൊറോസ്കോപ്പ്, ഫ്രീ കുണ്ഡ്ലി മാച്ചിങ്, അതായത് മാച്ചിങ് വരെ ഇവിടെ സെറ്റ് ചെയ്ത് നിങ്ങൾ തരുന്നുണ്ടല്ലേ, അത് എന്തായാലും നൈസ് ആയിട്ടുണ്ട്. നമ്മുടെ ജാതകമൊക്കെ നോക്കിയിട്ടായിരിക്കും. പിന്നെ അസ്ട്രോളജി ബ്ലോഗ്, അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് ഇന്നത്തെ കാണാൻ പറ്റും. എന്താണെങ്കിലും അത് തന്നെ ആം സൂപ്പർ ഹീറോ ഇട്ടേക്കുന്ന ഒരു വീഡിയോ കൂടെ പ്ലേ ചെയ്യാം. ആദ്യം തന്നെ പറയട്ടെ, ആം സൂപ്പർ ഹീറോ, GP റൈഡർ ബോയ്, ഈ ക്രിയേറ്റേഴ്സിനെ ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. അവരുടെ വീഡിയോസ് ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്നതുമാണ്. അവരോട് ഒരു ഹേറ്റോ കാര്യങ്ങളൊന്നുമില്ല. അവർ ചെയ്തിരിക്കുന്ന ഈ ഒരു കോണ്ടന്റിൽ ഉൾപ്പെട്ടേക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ നമ്മളോട് സംസാരിക്കുന്നുള്ളൂ. എന്താണെങ്കിലും ആദ്യം തന്നെ ഈ രണ്ടുപേർ ഇട്ടിരിക്കുന്ന ഒരു കോണ്ടന്റ്സ് നമുക്കൊന്ന് കാണാം. ഞാൻ പറയുന്നത് കേക്ക്. നീ ഇത്രയ്ക്കും വിഷമിക്കാൻ മാത്രം ഇപ്പൊ അവിടെ എന്താണ് ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ എന്താ വരാൻ ലേറ്റ്? ഒരുങ്ങി ഇറങ്ങാൻ 3 മണിക്കൂർ വേണം. ഓരോ ഇൻഫ്ലുവൻസർ പിള്ളേരെ കണ്ടിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടാ ഒരുങ്ങുന്നത്. പിന്നെ അവരിത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം അവര് 4 പേർക്ക് അറിയാം, പിന്നെ കഴിവുമുണ്ട്. ഒരു കഴിവും ഇല്ല, 4-3-7 പേര് കാണിക്കാനൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഒരു അവസ്ഥ. കൂട്ടുകാരുടെ ഫ്രണ്ടിൽ എന്നെ കോമാളിക്ക് കാണിച്ചപ്പോ നിങ്ങക്ക് സന്തോഷമായല്ല? എന്തോന്ന് കോമാളിയാക്കിയെന്ന്? ഒരു തമാശ പറഞ്ഞാണോ? അല്ലെങ്കിലും നിങ്ങക്ക് കൂട്ടുകാരുടെ ഫ്രണ്ടിൽ എന്നെ കൊച്ചാക്കി കാണിക്കണം, അത് നിങ്ങൾ സാധിച്ചല്ലോ. മേഘ, നീ ചുമ്മാ ചെറിയ കാര്യത്തിന് ഊതി പെരുപ്പിച്ച് വലുതാക്കൽ. നീ നല്ല ദേഷ്യം പറഞ്ഞുണ്ട്. എനിക്ക് നല്ല ദേഷ്യം പറഞ്ഞുണ്ട്. നിങ്ങൾക്ക് ഇത് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ അല്ല. ഞാനാണ് അവിടെ ഇൻസൾട്ട് ആയത്. തമാശ രൂപത്തിൽ എടുക്കാൻ പഠിക്കുക ആദ്യം. എനിക്ക് അങ്ങനെ തമാശ എടുക്കാൻ പറ്റൂല. മേഘ, നിന്റെ എന്ത് സ്വഭാവമാണ്? ഒന്ന് കേൾക്കാൻ നിൽക്കാൻ നിനക്കങ്ങ് പോയി കിടന്ന് ഉറങ്ങിയാൽ മതിയല്ല. എനിക്കൊന്നും സംസാരിക്കണ്ട. ഞാൻ അനുഭവിക്കണ എന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവൂല. നമ്മൾ രണ്ടാൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. നിങ്ങൾ അപ്പുറത്തെ റൂമിൽ പോയി കിടന്നുറങ്ങ് പോ. ശല്യം. എടി, നിനക്കെന്നെ വേണ്ട, നീ എന്നെ വിട്ട് പൊക്കോ. ഞാനും അടുത്തു എന്നീ അടിയുണ്ടാക്കി ജീവിതമേ പുറത്തു. എന്റെ വിവാഹ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാ. എല്ലാം അവസാനിക്കുമോ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായോ? അതെ, അതെങ്ങനെ മനസ്സിലായി? എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ ബന്ധം തകരില്ല.
നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഈഗോ മാറ്റി വെച്ച് എല്ലാം തുറന്ന് സംസാരിക്കൂ, എല്ലാം ശരിയാകും. നല്ല ചായ. താങ്ക് യു. എടാ, നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച തീരുന്ന പ്രശ്നമുള്ളൂ നമുക്കിടയിൽ. അതെനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ആവർത്തിക്കൂല. നമുക്കിന്ന് ഒരുമിച്ച് കുക്ക് ചെയ്താലോ? ആ ഓക്കെ. വാവ്, ഇത് ആക്ച്വലി അവരെ ഈ അഡ്വർടൈസ്മെന്റ് അവർ കൊടുത്തേക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനൊരു സാധനം ഉൾപ്പെടുത്തണമെന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവുക. എല്ലാം കാണാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ അസ്ട്രോടോക്കിന്റെ ഇരിക്കുന്ന ആൾക്കാർ. എന്താണെങ്കിലും ഇനി അടുത്ത ജീപ്പ് റൈഡർ പോയി ഇട്ടേക്കുന്ന വീഡിയോ കൂടെ കാണാം. നിനക്കെന്താ പറയണ്ടെന്ന് പറഞ്ഞേ? അളിയ, ഞങ്ങള് പ്രപ്പോസ് ചെയ്താലെന്ന് ആലോചിക്കുവോ? അല്ലെ, നീ വെറുതെ നാണം കടാൻ നിക്കല്ലേ. നിന്റെ കളറും തടിയും വെച്ച് അവളോട്ട് ഒട്ടും മാച്ച് അല്ല. ആടാ, കിളിയുണരുന്നു നിഴലുകൾ നീങ്ങി ഇരുളലമായി നദിയൊഴുകുന്നു കിളിയുണരുന്നു നാളെ. ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ. ഹായ്, എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്, ബട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാൻ എനിക്കൊരു പേടിയുണ്ട്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ? മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അല്ലേ മനസ്സിലുള്ളത് ഓപ്പണായി സംസാരിക്കാത്തത്? ഓക്കെ, അസ്ട്രോടോക്കിന് മനസ്സിലായേ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിലുള്ളത് ഒന്ന് തന്നെയാണ്. ഒന്ന് ഓപ്പണായി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങൾക്കുള്ളൂ. ഗൈസ്, ഞാനും മിക്കവാറും ഈ അസ്ട്രോടോക്ക് എടുക്കും. കാര്യം സിഗ്മ അടിച്ച് എത്ര നാളെന്ന് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. അസ്ട്രോടോക്കിന്റെ ഹെൽപ്പ് നമുക്ക് പലർക്കും ഇത് അത്യാവശ്യമായിട്ടുണ്ട്. എനിക്ക് നിന്നെ വെറും ഒരു ഫ്രണ്ടായിട്ട് മാത്രം കാണാൻ പറ്റത്തില്ല. കളറിന്റെ കാര്യത്തിലാണെങ്കിലും ബോഡി ലാംഗ്വേജിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളൊന്നും ഒരു മാച്ചും ഇല്ലെന്ന് എനിക്കറിയാം. എന്നെപ്പോഴാണ് നിനക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല. എടാ, ഞാൻ നിന്നെ ഇന്ന് വരെ ബോഡി ഷേമിയോ കളറിന്റെ കാര്യത്തിൽ കളിയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ നിന്റെ മനസ്സിന്റെ ഒരു തോന്നലാ. ഇതൊന്നും ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എടാ ബി, ഞാൻ മീൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നതിനെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം? അവൻ ആള് പാവൊക്കെ, പക്ഷെ അവൻ നിന്നെ ഫ്രണ്ടായിട്ടോ പെങ്ങളായിട്ടോ വല്ല കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തൊന്നുമില്ല. വീട്ടിൽ എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് വന്നെ പെണ്ണു ചോദിച്ചോ. പൊട്ട, എനിക്ക് നിന്നെ ഇഷ്ടമാ. സ്വപ്നമൊന്നും അല്ലല്ലേ? എൻ്റെ ലിസ്റ്റിൽ ഒരു 5-6 പെമ്പിള്ളേരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അസ്ട്രോടോക്കിനോട് ഓരോ ദിവസം ഓരോ ആൾക്കാരെ ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് ഇന്നാൾക്ക് എന്നെ ഇഷ്ടമുണ്ടോ ഇന്നാൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഏതാണോ അവർ പറയുന്നത്, അളിയാ നീ പോയി നൈസായിട്ട് പോയി ഇഷ്ടം പറഞ്ഞു അവൾ തിരിച്ചിഷ്ടമെന്ന് പറയുന്നുള്ള സാധനം ഏത് പെണ്ണിനെ കാണിക്കുന്നു, നേരെ ആ സാധനം ഞാൻ എന്താണെങ്കിലും സെറ്റ് ചെയ്യുന്നതായിരിക്കും സുഹൃത്ത്. നിങ്ങൾ സിംഗിൾ ആയിട്ടിരിക്കണോ? ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ഒക്കെ വരുമല്ലേ? പറ്റിയ ഓപ്ഷനാണ് അസ്ട്രോടോക്കിൽ പോവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 5-10 പെമ്പിള്ളേരുടെ പേരങ്ങോട്ട് അയച്ചു കൊടുക്കുക, ഡീറ്റെയിൽസ് കൊടുക്കുക. അവർ പറഞ്ഞു തരും ആരാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. എന്റെ പൊന്നെ, ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ വേറെ കുറച്ച് സ്പോൺസേർഡ് ഓർഡർ ഉണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ഇവിടെ ആർക്കാണ് അസ്ട്രോളജിയിൽ വിശ്വാസം ഇല്ലാത്തത്? എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 2000. അല്ല, എന്തിനാ ഡേറ്റ് ഓഫ് ബർത്ത്? നിങ്ങൾ വലിയ അസ്ട്രോളജർ അല്ലേ, അപ്പം മഷി ഇട്ട് കണ്ടുപിടിക്കണം. 19 ഏപ്രിൽ 1995. 2 മാസം മുമ്പ് നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആയോ? അതെ മാം. എങ്ങനെ മനസ്സിലായി? നിങ്ങൾ ഒരുമിച്ച് എഴുതിയ സ്ക്രിപ്റ്റ് അല്ലേ, അങ്ങനെ മനസ്സിലായി. ഇപ്പൊ വിശ്വാസം വന്നോ ആസ്ട്രോളജിയിൽ? സൂപ്പർ ഗൈസ്, ഇതുപോലെ എനിക്കും അസ്ട്രോളജിയിലെ കുറച്ച് സ്കിൽസ് ഉണ്ട്. ഞാനും പണ്ട് കുറെ അസ്ട്രോളജി ഒക്കെ പഠിച്ചു. ഇനി ഞാൻ എൻ്റെ കുറച്ച് സ്കിൽസ് കാണിക്കട്ടെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു റോബോട്ടല്ല, ഒരു മനുഷ്യനല്ലേ. നിങ്ങൾ ചിരിക്കുമ്പോൾ പല്ല് കാണാറില്ലേ? ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കാറില്ലേ? നടക്കുമ്പോൾ മുട്ടുമടക്കാറില്ലേ? എല്ലാം എനിക്കറിയാം, കാരണം ഐ ആം ആൻ ആസ്ട്രോളജർ. ഞാൻ ഇതൊക്കെ പണ്ടേ കൊണ്ട് പഠിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായേ? വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അടുത്ത ആഴ്ച നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ കണ്ടുമുട്ടും. അതൊരു പാർട്ടിയിൽ വശമായിരിക്കും. പുള്ളി ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആയിരിക്കും. മാം, എങ്ങനെയാണ് ഇത്ര കറക്റ്റായി പറയുന്നത്? എല്ലാം ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. എങ്കിൽ ഇത് പറ, ആഫ്രിക്കക്കാരുടെ കറുത്ത മുട്ട
അതെങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ അത് വേണ്ട, കോഴിയാണോ ആദ്യം ഉണ്ടായത്, കോഴി മുട്ടയാണോ ആദ്യം ഉണ്ടായത്? അല്ലെങ്കിൽ അതും വേണ്ട, സുകുമാരക്കുറുപ്പ് ഇപ്പം എവിടെ ഉണ്ട്? ഈസ് ഹി അലൈവ് ഓർ ഡെഡ്? അതൊന്ന് പറയാമോ? ഗൈസ്, അതവർക്കറിയാം കേട്ടോ. അത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. അവർക്ക് കൃത്യമായിട്ടറിയാം സുകുമാരക്കുറുപ്പ് ഇപ്പം എവിടെ ഉണ്ടെന്ന്. ബാക്കി കേൾക്കാം. നിങ്ങൾക്കും ആസ്ട്രോളജിയിൽ വിശ്വാസമില്ലേ? എങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്റെ കൂടെ ആസ്ട്രോ ടോക്ക് ആപ്പിൽ ഷെയർ ചെയ്യൂ. നിങ്ങളുടെ പ്രോബ്ലംസിനായ ഏറ്റവും സൊല്യൂഷൻ ഞാൻ പറയുന്നതാണ്. എന്റെ കൂടെ നിങ്ങളുടെ ഫസ്റ്റ് ആഡ് കംപ്ലീറ്റ്ലി ഫ്രീ. എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. എനിക്കെന്നല്ല, കേരള പോലീസ് കുറെ നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു. സുകുമാരക്കുറുപ്പ് എവിടെയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? അതായത് സുകുമാരക്കുറുപ്പിന്റെ ഡേറ്റ് ഓഫ്, നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇടുക, നിങ്ങൾ ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്യുന്നല്ല പറഞ്ഞേക്കുന്നത്. സുകുമാരക്കുറുപ്പിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1946 മെയ് 25-നാണ്. ഓക്കെ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താലേ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു സാധനം പറയുന്നുണ്ടെങ്കിൽ സുകുമാരക്കുറുപ്പിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അയാളെ പറ്റിയിട്ട് പറയുമോ? അയാൾ ഇപ്പൊ എവിടെയാണ്, അയാളെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവർക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ നേരെ ഇവരുമായിട്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ചാറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചാറ്റ് ചെയ്യുമ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡൊക്കെ എടുക്കുന്ന സംഭവം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഫുള്ള് ബ്ലാങ്ക് വൈറ്റ് ഒരു ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ ഈ ഫോണിൽ പിന്നെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളറിയാം മോഹൻ. അപ്പോൾ എടുത്ത് വെച്ച് ഞാൻ അവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ആദ്യം ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് കയറി കീർത്തന എന്ന് പറയുന്ന ഒരാളുമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. വെൽക്കം ടു ആസ്ട്രോ ടോക്ക്, പ്ലീസ് ഷെയർ യുവർ ക്വസ്റ്റ്യൻസ് ഇൻ ദ മീൻവൈൽ. അസ്ട്രോളജർ വിൽ ജോയിൻ വിതിൻ 10 seconds. അസ്ട്രോളജർ ഹാസ് ജോയിൻഡ്. പറയണം ശിവ. ഐ ഹോപ്പ് യു ആർ ഓക്കെ ഡിയർ ജി, വാട്ട് ഡു യു വാണ്ട് ടു നോ അബൌട്ട്? എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തപ്പോഴത്തേക്കിനും ഒരു ഫോട്ടോ ഇവരെനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നെ. ഈ രാഹു കേതു അതിൻ്റെ സംഭവമാണെന്ന് തോന്നുന്നു. പിന്നെ ആലോചിക്കണം, ഞാൻ ഇവർക്ക് എനിക്കറിയണ ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആദ്യമേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇവരെൻ്റെ അടുത്ത് പല ലാംഗ്വേജിൽ അതുകൊണ്ടാണോ അറിയത്തില്ല സംസാരിക്കുന്നത്. ഐ ക്യാൻ സീ ദാറ്റ് യുവർ അസൻഡന്റ് ഹാസ് സ്കോർപിയോ. എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് കുറേ നാളായി പ്രോബ്ലം ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അക്കോർഡിംഗ് ടു യുവർ കുണ്ടലി യു ആർ ഇൻ മെർക്കുറി ദശ. ഞാൻ ചോദിക്കുന്നതിനല്ലേ ഉത്തരം പറയുന്നത്. അതായത് എ ആണ് ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണെന്ന് പറയുന്നത്, എ ആണ് നമ്മുടെ ചാറ്റ് ചെയ്യുന്നത്. അവൻ്റെ അച്ഛൻ ഗൾഫിലാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വന്നേക്കുന്ന മറുപടി 2026 മാർക്സ് ദ സ്റ്റാർട്ട് ഓഫ് എ ഗോൾഡൻ പീരീഡ് ഇൻ യുവർ പേഴ്സണൽ സ്ഫിയർ. വാവ്, എൻ്റെ 2026 എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ സ്പീരിയാണ് സുഹൃത്തുക്കളെ. വെച്ചടി കയറ്റമാണ് സുഹൃത്തുക്കളെ. അവൻ്റെ അച്ഛൻ്റെ നെയിം സുകുമാരക്കുറുപ്പ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എനിക്ക് അങ്ങനെ ഒരു ഇല്ലാത്തൊരു ഫ്രണ്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവനുമായിട്ട് പ്രശ്നമുണ്ട്, അവൻ്റെ അച്ഛൻ സുകുമാരക്കുറുപ്പ് എന്നുള്ള പച്ച നുണ ഞാൻ പറഞ്ഞു. അപ്പം ആ നുണയുടെ മേലുള്ള സംഭവങ്ങളാണ് ഇനി നിങ്ങൾ കാണുന്നത്. आगे आने वाले समय में आपके दोस्त के लिए कुछ मुश्किल समय हो सकता है, खासकर उनके घर में ये 3-4 महीने तक चालू रहेगा. उनको अपने परिवार के साथ ध्यान रखना होगा. क्या आप उनकी कुंडली देखकर कुछ विशेष जानना चाहेंगे? ഞാൻ ഈ കുണ്ടലി ഒന്നും നോക്കാൻ പോകത്തില്ല, നമ്മൾ അത്രക്കാരൻ നെഹി ഹേ. ഓക്കെ, അവൻ്റെ അച്ഛനെ ഒന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ചോദിച്ചു, മറുപടി പറ. അപ്പോൾ ഹാവ് യു ഒബ്സർവ്ഡ് സർട്ടൻ സർക്കംസ്റ്റാൻസസ് കോൺസ്റ്റന്റ്ലി റിട്ടേണിങ്? ഹിസ് ഡേറ്റ് ഓഫ് ബർത്ത് 1946 മെയ് 25 ഞാൻ പറഞ്ഞു. എന്നിട്ട് അതിന് റിപ്ലൈ ഇല്ല. ഐ ഹാവ് അനലൈസ്ഡ് യുവർ കുണ്ടലി ത്രൂലി, പ്ലീസ് കണക്ട് ചെയ്യുക. ഇനി കുണ്ടലി എന്നുള്ള സാധനം പറഞ്ഞ ശിവാജി ആപ്കി കുണ്ടലി മേൻ പിന്നെ ഏക് അച്ഛാ योग है जिसका आपको फायदा उतना चाहिए. എന്നിട്ട് അത് കഴിഞ്ഞ് സമയം തീർന്നേ. അത് എനിക്ക് തോന്നുന്നു 1.5 മിനിറ്റ് സംതിങ് എന്തോ ഇവരുടെ അടുത്ത് സംസാരിച്ചുള്ളൂ. അപ്പോഴത്തേക്കിന് ഫസ്റ്റ് ആയിട്ട് ഫ്രീ എന്ന് പറയുന്ന സാധനം പോയി. ഓക്കെ, സ്ക്രീൻ റെക്കോർഡ് ഞാൻ ചെയ്തിരുന്നു. ഞാൻ പിന്നീട് നോക്കുമ്പോൾ നമ്മുടെ ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. പിന്നെ ഇത് സ്ക്രീൻഷോട്ട് പോയിട്ട് ഈ ഫോട്ടോ എടുത്തതാണ്. അത് കഴിഞ്ഞ് 10 രൂപയ്ക്ക് ഞാൻ റീചാർജ് ചെയ്തു ഇവരുടെ അടുത്ത് സംസാരിക്കാൻ. 10 എന്ന് പറയുമ്പോൾ ജിപേയിൽ ഞാൻ ചെയ്തപ്പോഴത്തേന് 11 സംതിങ് രൂപ പോയിന്റ് എത്ര രൂപയായി എനിക്കൊന്ന് 1 രൂപ അങ്ങാണ്ട് ടാക്സ് എന്തോ ആണെന്ന് തോന്നുന്നു. കീർത്തന എന്ന് പറഞ്ഞവർക്ക് അവരുമായിട്ട് തന്നെയാണ് വീണ്ടും ചാറ്റ് വന്നിരിക്കുന്നത്. അപ്പം 1 മിനിറ്റ് ചാറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് 5 രൂപ അങ്ങോട്ട് കൊടുക്കാം, അങ്ങനെ എന്തോ അങ്ങോട്ടാണ് ഇതിനകത്ത്. എന്നാണെങ്കിൽ ഇവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ നേരത്തെ ചോദിച്ചേക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, ഹലോ ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ ചാർട്ടിൽ സീരിയസ് ഹെൽത്ത് കൺസേൺ കാണുന്നു. വാവ്, സുകുമാരക്കുറുപ്പിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ വീക്കാണ്. ഇപ്പോൾ അയാൾ എവിടെയാണെന്നൊന്ന് പറയാമോ? ഡിസംബർ മുതൽ എനർജി വീക്കായി ഉണ്ട് അവർക്ക്. പാവട. ഈസ് ഹി അലൈവ് ഓർ ഡെഡ്? ഗൾഫിലുള്ള സ്ട്രെസ് അവരെ അഫക്റ്റ് ചെയ്യുന്നു ഹെവിലി. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെയോ? അവർക്ക് ഹേർട്ട് ഏരിയയിൽ വീക്ക്നെസ് ഉണ്ട് സ്ട്രോങ്ലി. അയ്യോടാ പാവട, ഹേർട്ട് പ്രോബ്ലം എന്തോ സീനാണ് സുകുമാരക്കുറുപ്പിന്. കേരള പോലീസ് ഇത് നിങ്ങൾ വല്ലത് കേൾക്കുന്നുണ്ടോ? കറക്റ്റ് ഏത് കൺട്രിയിലാണ് ഉള്ളതെന്ന് പറയാമോ? ഏത് കൺട്രിയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് കൂടി ഇപ്പോൾ ടെൻഷനിലായി ഉണ്ട്, അതുകൊണ്ട്
അവരുടെ ഫാമിലിയിൽ ഫീമെയിൽസ് ആരെങ്കിലും റീസെൻ്റായി വറി ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചതിന് മറുപടി എല്ലാം സ്കിപ്പ് ചെയ്തിട്ടാണ് അടുത്തിലോട്ട് പോയേക്കുന്നത്. അവൻ്റെ അച്ഛൻ ഇപ്പോൾ ഏത് കൺട്രിയിലാണെന്ന് പറയൂ. അവർ ഗൾഫിൽ തന്നെയുണ്ട് ഇപ്പോൾ, ബട്ട് എനർജി വെരി വീക്കായി കാണുന്നു. ഗൾഫിൽ തന്നെയുണ്ട്, ഗൾഫിലുണ്ടെന്ന് മനസ്സിലായി. ഗൾഫിൽ എവിടെയാണ്? ഗൾഫിൽ ജംഗ്ഷനിലാണോ? ജംഗ്ഷൻ അല്ലെങ്കിൽ ഗൾഫിൽ ഏതെങ്കിലും മുക്കിന് നിൽക്കുകയാണോ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. പിന്നെ ഹെൽത്ത് സിറ്റുവേഷൻ സീരിയസ് ആയി വരുന്നു, മെഡിക്കൽ അറ്റൻഷൻ വേണം അർജന്റ്ലി. നിങ്ങളുടെ ഫ്രണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യുന്നത് ഡിലേ ചെയ്യരുത്. അപ്പം ഓക്കെ, ഒരു കാര്യം കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സുകുമാരക്കുറുപ്പ് സൗദി അറേബ്യയിലുണ്ട് ഇപ്പോൾ. വാവ്, ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. കേരള പോലീസിനോ അല്ലെങ്കിൽ സൈബർ വിങ് ഇന്റലിജൻസിന്റെ കമാൻഡിംഗ് ഓഫീസർ ആയിട്ടുള്ള മേജർ ശ്രീകുമാറിനോ കണ്ടുപിടിക്കാൻ പറ്റാത്ത സുകുമാരക്കുറുപ്പിനെ നമ്മുടെ അസ്ട്രോളജർ ആയിട്ടുള്ള കീർത്തന കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പാപ്പമാ, വാവ്, സൗദി അറേബ്യയിലുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ സുകുമാരക്കുറുപ്പ്. എൻ്റെ ഇല്ലാത്ത ഫ്രണ്ടിന്റെ അച്ഛനായിട്ടുള്ള സുകുമാരക്കുറുപ്പ്. കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ അവിടെ പറഞ്ഞു കൊടുത്ത്. ഇപ്പം സൗദി അറേബ്യയിലുണ്ടെന്ന്. വാവ്, കൊള്ളാം. അപ്പം ഞാൻ ആണോ, എനർജി സ്ട്രോങ് ആയി ഉണ്ട് ആ ലൊക്കേഷനിൽ നിന്ന്. ആ ലൊക്കേഷനിൽ നിന്ന് സ്ട്രോങ് എനർജി അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കേരള പോലീസിന് ഉടനെ പിടിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചു. എന്താണ് പറയാനുള്ളത്? പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ പറയണമെന്ന് പറഞ്ഞു തന്നെയാണ്. സുകുമാരക്കുറുപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറയൂ. അപ്പൊ അവർക്ക് സംഗതി കത്തിയായി. ശിവ, ഞാൻ ലീഗൽ മാറ്റേഴ്സിൽ ഇൻവോൾവ് ആവില്ല, സ്പിരിച്വൽ ഗൈഡൻസ് മാത്രമേ തരാൻ പറ്റൂ. നിങ്ങളുടെ എനർജി പ്രൊട്ടക്ഷനെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അതാണ് പറയുന്നത്. അവിടുന്ന് സൗദി അറേബ്യയിൽ നല്ല സ്ട്രോങ് എനർജി അവർക്ക് കിട്ടുന്നുണ്ടെന്ന്. അല്ലാതെ അറിയാത്തത് കൊണ്ടല്ലേ ഞാൻ ചോദിച്ചു. സാരമില്ല, പോട്ടെ. ഓക്കെ, എനിക്കിപ്പോൾ എന്ത് എനർജിയാണ് ഉള്ളതെന്ന് പറയാൻ ഞാൻ അവരുടെ പറഞ്ഞു. ഇപ്പൊ നേരെ അവർ പറയാണ്, ശിവ, എക്സാക്ട് ലൊക്കേഷൻ സ്പിരിച്വൽ റീഡിങ്സിൽ നിന്നു കിട്ടില്ല. അപ്പോൾ ഓക്കെ, എക്സാക്ട് ലൊക്കേഷൻ പക്ഷേ സൗദി അറേബ്യയിലാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ലീഗൽ കാര്യങ്ങൾ ഇടപെടില്ല. അപ്പോൾ നിങ്ങൾക്ക് അതെന്താണ്, നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സാക്ട് ലൊക്കേഷൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല? അവിടെ എത്തിയപ്പോഴത്തേക്കിന് പാളിപ്പോയത് നിങ്ങൾക്ക്? അല്ലെങ്കിൽ ചെറിയ വേറെ ഏതെങ്കിലും ഗ്രഹത്തിന്റെ ഡിസ്ട്രാക്ഷൻ വന്നോ നിങ്ങൾക്ക്? എൻ്റെ പൊന്നെ, സമ്മതിക്കണം നിങ്ങൾ. എന്നിട്ട് പിന്നെ എന്താണ് കിട്ടുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പം എനർജി പാറ്റേൺസും പ്ലാനറ്ററി പൊസിഷൻസും മാത്രമേ ഞാൻ റീഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ബ്ലോക്സ് ഉണ്ടോ ഇപ്പോൾ ചോദിച്ചു. ഈ പ്ലാനറ്ററി പൊസിഷൻസ് വെച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം. നമ്മുടെ ഈ വേലികയറ്റം വേലിയിറക്കം എന്നൊക്കെ പറയുന്നത് ഭൂമി ചന്ദ്രനുമായിട്ടുള്ള ഒരു ഗ്രാവിറ്റി ഫോഴ്സ്, ഈ സംഭവം കൊണ്ടാണല്ലോ ഇവർ ഈ പറഞ്ഞത്. ഗ്രാവിറ്റി ആണല്ലോ മെയിൻ. അപ്പം ഓരോ ആൾക്കാരുടെ കാര്യം നിങ്ങൾ പറയുമ്പോഴത്തേക്കിന് എനിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഗ്രാവിറ്റി ഡിഫറെൻ്റ് ആയിരിക്കുമോ? ഇനിയും ഉണ്ട്. ആ ബ്ലോക്ക് എന്താണെന്ന് പറയോ? ഗസ് ദ ബ്ലോക്ക്. ഞാൻ ആ ബ്ലോക്ക് ഗസ് ചെയ്യാൻ പറഞ്ഞേ. ഫ്രസ്ട്രേറ്റഡ് എനർജി ഹെവി ആയിട്ടുണ്ട് നിങ്ങളുടെ അറൗണ്ട്. അതായത് എൻ്റെ എനർജി എന്ത് എനർജിയാണെന്ന് ചോദിച്ചപ്പോൾ ഫ്രസ്ട്രേറ്റഡ് എനർജിയാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ അത് എന്ത് എനർജിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ സാഡ് ആവുക, ഹാപ്പി ആവുക, ഫ്രസ്ട്രേറ്റഡ് ആവുക എന്നൊക്കെ പറയുന്ന, ആംഗ്രി ആവുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇമോഷൻസ് അല്ലേ? അത് എനർജിയാണോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പഠിച്ചിട്ടുള്ള എനർജി എന്ന് പറഞ്ഞാൽ 2 എനർജിയാണ്. ഒന്ന് പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. പിന്നുള്ള ന്യൂട്രൽ ഉണ്ട്. പിന്നെ അതല്ലാതെ അതിനപ്പുറത്തേക്ക് സയൻസിന് കണ്ടെത്താൻ പറ്റാത്ത മറ്റു എനർജീനെ ഡാർക്ക് എനർജി എന്ന് വിളിക്കുന്നുണ്ട്. ഫ്രസ്ട്രേറ്റഡ് എനർജി എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഓക്കെ, സമ്മൺ ക്ലോസ് നിങ്ങളുടെ പ്രോഗ്രസ് ബ്ലോക്ക് ചെയ്യുന്നു. ഫാമിലി മെമ്പർ അല്ലേ അത്? വി ഹോപ്പ് യു എൻജോയ്ഡ് ദ ഡിസ്കൗണ്ടഡ് സെഷൻ ഓഫ് 5 minutes. യു മേ നൗ റീചാർജ് ടു ടാക്ക് ദ സെയിം അസ്ട്രോളജർ ഫോർ അൺലിമിറ്റഡ് ടൈം അഗെയിൻ. എക്സാക്ട്ലി ഡിസ്കൗണ്ട്സ് അവൈലബിൾ ജസ്റ്റ് ഫോർ ടുഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട്. സൂപ്പർ, കിടിലുമായിട്ടുണ്ട്, കിടിലോസ്കി ആയിട്ടുണ്ട്. ഇനി ഇവരുടെ അടുത്തൊരു സ്പോൺസർഡ് ആഡ് കൂടെ നമുക്കൊന്ന് കാണാം. നിങ്ങൾക്ക് ഡിവോഴ്സ് നടക്കില്ല രശ്മി. അതെന്ത് നടക്കാത്തേ? അതിന് ചാൻസേ ഇല്ല. കാരണം നിങ്ങളുടെ ജാതകം നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു 6-7 മാസങ്ങളായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും പ്രോബ്ലംസും നടക്കുന്നുണ്ട്. പക്ഷേ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇനി വരുന്ന ഈ 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു പ്രോബ്ലം സോൾവ് ആകും. നിങ്ങളുടെ ജീവിതത്തിൽ പഴയതിനെക്കാട്ടും നല്ലൊരു സ്മൂത്തും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ജീവിതമായിരിക്കും നിങ്ങൾക്കുള്ളത് ഇനി. വാവ്, കിടിലമായിട്ടുണ്ട് കേട്ടോ. എടി, ഇതൊക്കെ ഒരു ആസ്ട്രോളജറിന്റെ അടുത്താണ് പോയിക്കുന്നത്. നിങ്ങളുടെ നല്ലൊരു സുഹൃത്തുണ്ട്, നല്ല സുഹൃത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സുഹൃത്ത് പറഞ്ഞു തരത്തില്ലേ? ഇപ്പം ഒന്ന് ആലോചിക്കും. ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതിനുശേഷം ഇവർ ഒന്നിക്കുമ്പോഴത്തേക്കും ആ ഒരു സ്നേഹം കൂടും എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ടല്ലോ. ഇത് ആസ്ട്രോളജി ആണോ കോമൺ സെൻസ് ആണോ? കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു റിലേഷൻഷിപ്പിൽ അവർ രണ്ടുപേരും തമ്മിൽ ബ്രേക്കപ്പ് ആവുന്നു എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ട് അവർക്ക് പരസ്പരം ആ സമയത്തായിരിക്കും അവർ എത്രത്തോളം ആ ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ആ ബ്രേക്കപ്പ് ആവുന്നു എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ 2 ആളുകൾക്കും വിട്ടുപിരിയാൻ പറ്റില്ല എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് വീണ്ടും കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞ് വീണ്ടും അവർ റീജോയിൻ ചെയ്ത് വീണ്ടും പാച്ചപ്പ് ആവുമല്ലോ.
ആ സമയത്ത് അവർക്ക് തോന്നിയ ഇമോഷണൽ കണക്ഷൻ, സ്നേഹം എന്ന് പറയുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്നതിനേക്കാൾ 100 ഇരട്ടിയായിരിക്കും. അത്രയും മടങ്ങ് സ്നേഹമായിരിക്കും. അവർക്കിടയിൽ ഉണ്ടാകുന്ന അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കരമായിട്ട് കൂടി തുടങ്ങും. അത് ഭയങ്കര ഇതാവും. അതൊരു കോമൺ സെൻസ് ആണ്. അത് അസ്ട്രോളജി എന്നാണോ നിങ്ങൾ അതിനെ വിളിക്കുന്നത്? നിങ്ങൾക്കും നിങ്ങളുടെ മാരീഡ് ലൈഫിൽ പ്രശ്നങ്ങളുണ്ടോ എങ്കിൽ എന്റെ കൂടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഷെയർ ചെയ്യുക ആസ്ട്രോടോക്ക് ആപ്പിൽ. നിങ്ങളുടെ പ്രോബ്ലംസിനുള്ള എല്ലാ സൊല്യൂഷനും ഞാൻ തരുന്നതാണ്. എന്റെ കൂടെ നിങ്ങളുടെ ഫസ്റ്റ് ആക്ട് കംപ്ലീറ്റ്ലി ഫ്രീ. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷേ ആണ് ചാറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവർ ഈ കുറെ ഇങ്ങനെ ഈ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഈ സാധനത്തെ പറ്റി ചോദിക്കുന്നുണ്ടല്ലോ. ഇനി 2 വർഷം മുന്നേ ധ്രുവറായിട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോക്കകത്ത് ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഇവർ എന്തിനാ ചോദിക്കുന്നത് ഈ ഒരു സാധനത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. जाता है कि एस्ट्रोलॉजी हमारे डेट और टाइम ऑफ बर्थ से रिलेटेड है. इसका मतलब तो ये हुआ जो ट्विंस एक साथ पैदा होते हैं या फिर लिटरली मिनट्स का अंतर होता है उन दोनों के पैदा होने के बीच में. उन दोनों की जिंदगियां तो एक दूसरे से काफी सिमिलर होनी चाहिए, लेकिन ऐसा होते हुए हमें बिल्कुल नहीं दिखता. साल 1958 में एक स्टडी करी गई थी इसको लेकर. लंदन में करीब 2000 से ज्यादा बच्चे जो एक समय पर पैदा हुए थे उन सबको इस स्टडी के लिए रजिस्टर किया गया. अगले कई सालों के लिए, डेकेड्स के लिए उनको मॉनिटर किया गया, उनकी डेवलपमेंट को देखा गया. रिसर्चर्स ने 100 अलग अलग कैरेक्टरिस्टिक्स को देखा कि जब ये बच्चे बड़े हुए, बाद में जाके इन्होंने नौकरी करी तो कौन सी नौकरी करी, ये मैरिड हुए या अनमैरिड रहे, इनकी पर्सनैलिटी कैसी थी, इनका IQ लेवल कैसा था, स्पोर्ट्स में ये कितने अच्छे थे, मैथमेटिक्स में ये कितने अच्छे थे, इनका एंग्जाइटी लेवल कैसा था. और साल 2003 में जब रिसर्चर्स ने इस स्टडी के रिजल्ट्स को पब्लिश किया जर्नल ऑफ कॉन्शियसनेस स्टडीज में, तो ये पाया गया कि इन सब में कोई भी सिमिलैरिटी नहीं थी. तो जब एक समय पर पैदा हुए बच्चों में कोई सिमिलैरिटी नहीं है, जो लोग 1 महीने दूर एक दूसरे से पैदा हुए हैं उनका हॉरोस्कोप सेम कैसे हो सकता है? इसे आप कंपेयर कीजिए किसी ट्रेजेडी से, किसी ब्रिज का टूट जा. അതാണ് ഇവർ മറ്റേ പ്ലാനറ്റ്സിന്റെ ഒക്കെ പൊസിഷൻ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇവർ പറയും. അല്ല ഇതിനകത്ത് വേറൊരു കോമഡി എന്തോന്നറിയോ, ഈ ജാതകം ഈ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ. എനിക്ക് ഇതുപോലെ പണ്ട് ജാതകം എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലിപ്പം എല്ലാവരും പുറത്തോട്ട് പോയേക്കണം, അതുകൊണ്ട് അത് എവിടെ ഇരിക്കുന്ന അറിയത്തില്ല. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ ഞങ്ങളുടെ സൈഡിലോട്ട് വെച്ചേക്കാം. എൻ്റെ ജാതകത്തിൽ പറയുന്നുണ്ട് എൻ്റെ എന്താ പറയുക, ഞാൻ ഭാവിയിൽ ഒന്നെങ്കിൽ പോലീസോ പട്ടാളത്തിലോ ആയിരിക്കും എൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 2021 ഇന്ത്യൻ ആർമി റാലി നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്നതിൽ അതിൽ ഫിസിക്കലും മെഡിക്കലും എല്ലാം പാസ്സായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് എക്സാമോടെ ഉണ്ടായിരുന്നുള്ളൂ, അതിന് പ്രിപ്പയർ ചെയ്യായിരുന്നു. മോദി സർക്കാർ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് ലാസ്റ്റ് 1.5 വർഷം കഴിഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്ത് കളയായിരുന്നു ഞങ്ങളുടെ ആ ഒരു റാലി. അപ്പോൾ അങ്ങനെ അത് പോയി, അത് ഡ്രോപ്പ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ വർഷം ഈ പറയുന്ന 4 വർഷത്തെ അഗ്നിപഥം ഉള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ സീൻ മാറിയല്ലോ. അപ്പോൾ നമ്മളെല്ലാം ചെയ്തിട്ട് എക്സാമിന് ഉറപ്പായിട്ടും പാസ്സാവും, അതുപോലെ നമ്മൾ കഴിഞ്ഞ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സാധനം ഡ്രോപ്പായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ IRB ഉണ്ടല്ലോ, PSC ഒക്കെ എഴുതി IRBയിൽ ആദ്യം ഒരു ഓട്ടം ഉണ്ടായിരുന്നു, 5 കിലോമീറ്റർ ഓട്ടം. അത് പാസ്സായി. അത് കഴിഞ്ഞൊരു എക്സാം ഉണ്ട്, നമ്മുടെ PSCയുടെ എക്സാം, അതും പാസ്സായി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഫിസിക്കലൂടെ ഉണ്ട്, അതും പാസ്സായി. പക്ഷെ റാങ്ക് ലിസ്റ്റ് വരുമല്ലോ, 200 സംതിങ് പേർക്ക് എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. ഒരു ഇതുള്ള ലിസ്റ്റിലുണ്ടായിരുന്നു എൻ്റെ പേര്. പക്ഷേ ഈ ഒരു റാങ്ക് ഇത്ര പേർക്ക് മാത്രമല്ല ജോലി കൊടുക്കില്ല, വേക്കൻസി കൊടുക്കുന്ന അത്ര ഇതിനകത്ത് നമ്മുടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതും കിട്ടില്ല. ഇപ്പം നോക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു ആങ്കറാണ്, ഒരു ഫ്രീലാൻസ് ആങ്കറാണ്, ഒരു യൂട്യൂബറാണ്, ഇൻസ്റ്റാഗ്രാം കോണ്ടന്റ് ക്രിയേറ്ററാണ്, പിന്നെ നമ്മൾ മുമ്പ് മബർശ്ശേരിയിൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അങ്ങനെ പല മേഖലയിൽ മുമ്പ് ചെന്നൈയിൽ ഞാൻ സേഫ്റ്റി ഓഫീസറായിട്ട് കുറച്ച് നാൾ ജോലി ചെയ്തിരുന്നു. അങ്ങനെ പല മേഖലകളിൽ ഞാൻ ജോലി ചെയ്തു. പക്ഷേ പോലീസിലും പട്ടാളത്തിലും മാത്രം നമ്മൾ പോയില്ല. അതെൻ്റെ ജാതകം എഴുതിയ പുള്ളി എന്തടേ ഇത്? ജാതകത്തിലുള്ളതല്ലേ സംഭവിച്ചേക്കുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസ്ട്രോളജി ഈ സാധനത്തിലൊക്കെ കൂടുതൽ ആൾക്കാർ പോകുന്നതിൻ്റെ മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീക്ക് മൈൻഡും അവരുടെ അനുഭവിക്കുന്ന ലോൺലിനെസ്സും ആ സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ പല ആൾക്കാരും പോയി പെടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു മെൻ്റൽ സ്ട്രെസ്സോ ഡിപ്രഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കൺസൾട്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനൊക്കെയാണ് പോകേണ്ടത്. അതല്ലേ അതിൻ്റെ ശരിയായിട്ടുള്ളത്. ഒരു ആസ്ട്രോളജറിനെ പോയി കണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ലൊരു സുഹൃത്ത് മതി, നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പാതി ആശ്വാസം ഉണ്ടാവും. ഇനി ഈ ഒരു കണക്കുകളൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് ഇന്ത്യയിലാണ് 3-ാം സ്ഥാനം. ഈ ലോൺലിനെസ് അനുഭവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയിലാണ്, 43%. അപ്പോൾ പിന്നെ നോർത്തിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും പറയണ്ടല്ലോ, നോർത്തിൽ ഈ ലിറ്ററസിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ പിന്നോട്ട് നിൽക്കുന്ന അതിലെ പല സ്റ്റേറ്റുകളിലും ആൾക്കാർ ഇതിനകത്ത് പോയി ചാടുന്നത് സ്വാഭാവികമാണ്, നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ളപ്പോഴാണ് താണ്ട് ഇവിടോട്ട് കൊണ്ട് ഇറക്കിയിട്ട് ഈ സാമാനങ്ങൾ ഇവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, 2018
പ്രളയം ഉണ്ടായല്ലോ. അതിന് മുന്നേ ഒരു കാരണവർ ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നു 2018 വരൾച്ച എന്ന് വെച്ചാൽ കൊടും വരൾച്ച, ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല, ദേ കിടക്കണം പ്രളയം. പിന്നെ നേരത്തെ കുറച്ച് ആൾക്കാരാണെങ്കിൽ പെൺകുട്ടികൾക്ക് ചൊവ്വാദോഷമാണ്, കല്യാണം കഴിക്കാൻ പറ്റില്ല, ആദ്യ രാത്രി ഭർത്താവ് തട്ടിപ്പോവും, ഭർത്താവിന് ദോഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോരം പെൺപിള്ളാരുടെ ജീവിതമാണ് നശിപ്പിച്ചത്. ഇപ്പം അതുകൊണ്ടാണെന്ന് തോന്നുക കേട്ടോ. ചൊവ്വാദോഷം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ദോഷം എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പം മനുഷ്യന്മാർ ചൊവ്വയിലോട്ട് പോകാനെ കൊണ്ട് നിൽക്കുന്നത്, ആ ദോഷം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുറെ തട്ടിപ്പ് കുറെ സാധനങ്ങളുണ്ട് ആസ്ട്രോടോക്ക്. അത് ഈ കുറെ ക്രിയേറ്റേഴ്സിനെ വെച്ചുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്കിന് അതിനകത്ത് ഇട്ട് കൊടുക്കുന്ന സാധനം കണ്ടില്ല. ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കിനും ഓക്കെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ, അതോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. ഇത് അവർ കൊടുക്കുന്ന സാധനമാണ് നിങ്ങളുടെ കണ്ടന്റായിട്ട് ഇങ്ങനെയൊക്കെ ഉൾപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന സാധനങ്ങളെ ഇതെല്ലാം അറിയുന്ന ആൾക്കാരാണ് ഈ പറയുന്ന അസ്ട്രോ ടോക്കിൽ ഇരിക്കുന്ന ഈ ആൾക്കാർ, ഈ അസ്ട്രോളജേഴ്സ് ആയിട്ടുള്ള. എങ്കിൽ പറയൂ സുകുമാരക്കുറുപ്പ്, സൗദി അറേബ്യയിലുണ്ട് സുകുമാരക്കുറുപ്പ്. അങ്ങനെ ഉത്തരം കിട്ടാത്ത എത്ര ചോദ്യങ്ങളാണ്. ഇതിനെല്ലാം ഒരു ക്രൈം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ ഇവരെ വിളിച്ചാൽ മതിയല്ലോ. എന്തിന് പോലീസുകാർ? നേരെ ഇവരെ വിളിക്കുക, നേരെ പറയാം നമുക്ക് മഷിയിട്ട് കണ്ടുപിടിക്കുക, ഇത് ഇന്ന കാര്യങ്ങളാണെന്ന് പറയാം. അവർ സെറ്റ് ആയിക്കോളും. എനർജി വെച്ച് അവർ കണ്ടുപിടിക്കും. ഫ്രസ്ട്രേറ്റഡ് എനർജി ഗൈസ്, എനിക്ക് ഫ്രസ്ട്രേറ്റഡ് എനർജിയാണ്. എന്തായാലും കൊള്ള അടിപൊളിയായിട്ട്. എന്തായാലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.